ജലിതറ നമ്മൾ എങ്ങോട്ടാ പോകുന്നേന്ന് പറഞ്ഞു കൊടുക്ക്. നമ്മള് ഞാൻ എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല. അവരവിടെ കട്ട ഡിസ്കഷൻസിലാണ്. ഡിസ്കഷൻ ഓൺ ഗോയിങ് ആണ്. കുറച്ചു നേരം നിങ്ങൾ അവരുടെ ഡിസ്കഷൻ കേൾക്കൂ. ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ നോമ്പുതുറയാണെന്ന്. അതാണ് ഇന്നത്തെ ആരും പറയാം. ഞങ്ങൾ എല്ലാവരും കൂടി സാധനങ്ങൾ വാങ്ങാൻ പോകാം. അതുകൊണ്ട് എന്റെ കൂടെ ഇവരൊക്കെയാണുള്ളത്. ഞങ്ങൾ പോയിട്ട് വരാം. ബൈ. ആദ്യത്തെ ഇൻട്രോ പാളിപ്പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സീൻ 2. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ നോമ്പുതുറയുടെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ്. നോമ്പുതുറയുടെ ഭാഗമായിട്ട് പഴം, സ്വീറ്റ്സ്, അതുപോലത്തെ സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ തപ്പി തുടങ്ങി പറഞ്ഞ് ഞാനും ഉണ്ട് ഇങ്ങനെ ക്യാമറമാനായിട്ട് അതിൻ്റെ വീഡിയോ എല്ലാം ക്യാപ്ചർ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ ഉണ്ടോ എന്ന് അവരൊന്ന് അന്വേഷിക്കുന്നുണ്ട്. കാരണം എവിടെയെങ്കിലും പോയാലും. അങ്ങനെ നമ്മൾ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഡേറ്റ്സ് ഒക്കെ എടുക്കാനാണ് നോക്കുന്നത്. അപ്പം ഡേറ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് അതായത് നമുക്ക് കഴിച്ചു നോക്കാൻ ആദ്യം ഒന്ന് കിട്ടുമല്ലോ. അവർ കഴിച്ചു നോക്കി ഡേറ്റ്സ് നല്ലതാണോ അല്ലയോ എന്നൊക്കെ അറിയുന്നുണ്ട്. ഞാൻ അവരുടെ വീഡിയോ ക്യാപ്ചർ ചെയ്ത് അപ്പോഴും അവരുടെ പുറകെ തന്നെയുണ്ട്. ഹലോ ഗായ്സ്, അവരവിടെ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. എന്നെ കൊണ്ടുവന്നത് ഒരു നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടു, നമ്മുടെ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളത് കുറച്ചും കൂടി വലിയൊരു ട്രോളിലേക്ക് മാറ്റി പിന്നെ ഞങ്ങളത് ഉന്തി കളിച്ച് കിടന്നു. നമുക്ക് ഇനിയുള്ള സാധനങ്ങളിൽ നമുക്ക് കസ്കസും വേണം, ഒരു 100 ഗ്രാം കസ്കസും വേണം. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? പിന്നെ നമുക്ക് എന്തോ ഒരു സാധനം കൂടി വേണം. അത് തപ്പിയിട്ടുള്ള പോക്കാണ് ഈ കാണുന്നത്. ഹലോ ഗായ്സ്, കല്യാണിന്റെ നടുവഴിയിൽ ഞങ്ങളെ പെരുവഴിയാക്കി ആന്റണി സാറും ചെഞ്ചിത്തേട്ടനും പോയി മുങ്ങി. കാണാനില്ല സുഹൃത്തുക്കളെ. കിട്ടി. ഞങ്ങളെ കൂട്ടിയത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ എന്താണ് അറിയാന്നുള്ളൊരു ഐഡിയക്ക് വേണ്ടിയായിരുന്നു. ഇതിപ്പോ ഞങ്ങളുടെ ഒരു ആവശ്യമില്ല. ഞങ്ങളിതാ ഈ സാധനം പിടിച്ച് ഇവിടെ നിപ്പ. അവർക്ക് മുന്നേ ക്യാച്ചെങ്കിലായിരുന്നു പണിയിൽ തോന്നുന്നു. എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ രണ്ടുപേരും. കാണുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ വാങ്ങിയ എല്ലാ സാധനങ്ങളും ഓരോന്നായി ചേട്ടായി ബില്ല് ചെയ്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇനി കൊണ്ടുപോകണം. അതാണ് അടുത്ത ടാസ്ക്. അപ്പം നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങി. ഇനി നമുക്കൊരു ചായ കുടിച്ചിട്ട് നേരെ പോകണം. ഇനി ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് അറിയാം ഗൈസ്, ഈ സാധനമൊക്കെ വാങ്ങാൻ ഞാൻ വന്നെങ്കിലും ഞാൻ ഈ നോമ്പ് തുറക്ക് ഉണ്ടാവില്ല. കാരണം എമ്പുരാൻ റിലീസ് ആവുന്നുണ്ട്. ഞാൻ എൻ്റെ എമ്പുരാൻ കാണാൻ പോകാണ്. ഡൈ ഹാർട്ട് ഫാൻ. ഇത് കല്യാണിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഷോപ്പാട്ടോ. ഇവിടെ നമ്മുടെ ആരൺ സാർ സ്ഥിരം വരുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കയറിയത്. അപ്പോൾ ചേട്ടനോട് ഞാൻ ഇതാരാ നടത്തുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ചായ പരിപാടിയോടെ ഞാൻ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം. പക്ഷേ ഈ വ്ലോഗ് നിങ്ങൾ ഇപ്പോഴൊന്നും കാണില്ല. ഞാൻ എൻ്റെ എമ്പുരാൻ കണ്ട് ആ വ്ലോഗ് ഇട്ടിട്ട് ഞാൻ ഈ വ്ലോഗ് എടുത്തുള്ളൂ. കണ്ടല്ലോ, ഇനി എല്ലാവരും ബൈ പറഞ്ഞു. ഇന്നത്തെ അവസാനിച്ചു. എന്റെ കൂടെ വന്നത് നഷ്ടമല്ല. വയ്യാവിയില്ല.